സ്വാഗതം പ്രിയപ്പെട്ടവരെ. മീഡിയ വണ്ണെതിരെയും എനിക്കെതിരെ വ്യക്തിപരമായി നടക്കുന്ന ഒരു വ്യാജ പ്രചാരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. CPIM നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സക്കറിയ സീട്ട് എന്നൊരു ഫേസ്ബുക്ക് പ്രൊഫൈലാണ് 3 ദിവസം മുമ്പ് ടെക്സ്റ്റായും വീഡിയോ ആയും വിദ്വേഷം നിറഞ്ഞ പരാമർശങ്ങളുമായി വന്നിരിക്കുന്നത്. എന്നെ തീവ്രവാദിയും താലിബാനും ഒസാമ ബിൻ ലാദനും അങ്ങനെ മറ്റു പലതുമാക്കിക്കൊണ്ടുള്ള പല വഴിക്കുള്ള പ്രചാരണങ്ങൾ കുറച്ച് കാലമായി നടക്കുന്നുണ്ട്. അവയോട് മീഡിയ വണ്ണിലൂടെയോ എൻ്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയോ സാധാരണഗതിയിൽ ഞാൻ പ്രതികരിക്കാറില്ല എന്ന് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ പുതിയ പ്രചാരണം CPMൻ്റെ ചാനൽ തന്നെ ഔദ്യോഗികമായി ഏറ്റെടുക്കുകയും ചില മാന്യ സുഹൃത്തുക്കൾ അതേക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തതുകൊണ്ട് കാര്യങ്ങൾ വിശദമായി വ്യക്തമാക്കണമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ അല്പം നീണ്ടുപോകും, ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന മീഡിയ വണ്ണിന്റെ പരിപാടിയിൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ സി ദാവൂദ് എന്ന് പറയുന്ന വൃത്തികെട്ടവനായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മൗദൂദി അതിൽ പറയുന്നത് എന്റെ വാഹനം പിടിച്ചത് RSSന്റെ താല്പര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, ഞാനൊരു മലപ്പുറത്തുകാരനായതുകൊണ്ടാണ്. മലപ്പുറത്തുകാരനായ എന്നെ, മുസ്ലിമായ എന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി RSSന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് പോലീസ് പിടിച്ചത് എന്നുള്ളത് വ്യക്തമായി ആ നാറി ആ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടി പറഞ്ഞു. ദാവൂദ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്റെ വാഹനം പിടിച്ചത്, ഞാനൊരു മലപ്പുറത്തുകാരനായതുകൊണ്ടാണ് എന്റെ വാഹനം പിടിച്ചത്. ആ വാദം പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി, ആ വാദം അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി ദാവൂദ് എന്ന നാറി ചെയ്തത് എന്താ പറയും? 2024 സെപ്റ്റംബർ 9 കേസിനാസ്പദമായ ഔട്ട് ഓഫ് ഫോക്കസ് സംഭവിക്കുന്നത്. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നിലമ്പൂരിൽ നിന്നുള്ള CPM MLA PV അൻവർ ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിച്ചതിൻ്റെ 10ാമത്തെ ദിവസമാണത്. പോലീസ് ക്രിമിനൽ സിൻഡിക്കേറ്റാണ്, മലപ്പുറത്തെ ക്രൈം ക്യാപിറ്റലാക്കാൻ ആസൂത്രിത പദ്ധതികൾ നടക്കുന്നു, പോലീസുകാർ തന്നെ മയക്കുമരുന്ന് കൊണ്ടുവന്ന് വ്യാജ നാർക്കോട്ടിക് കേസുകൾ സൃഷ്ടിക്കുന്നു, കരിപ്പൂരിലൂടെ കടത്തുന്ന സ്വർണം പോലീസ് പൊട്ടിക്കുന്നു, അത് വീതം വയ്ക്കുന്നു, ADGP അജിത് കുമാർ എന്ന നട്ടോറിയസ് ക്രിമിനൽ ഇതിനെല്ലാം നേതൃത്വം നൽകുന്നു. ഇതിനെതിരെ സംസാരിക്കുന്ന എനിക്കെതിരെ തിരിയുകയാണ് അവർ. എനിക്ക് ഭാര്യയുമായി പോലും ഫോണിൽ സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പോലീസ് ഫോൺ ചോർത്തുന്നു. അതിനായി അരീക്കോട് കേന്ദ്രീകരിച്ച് പ്രത്യേക സംവിധാനം പ്രവർത്തിക്കുന്നു. എനിക്ക് പേടിയാവുന്നു. ഞാൻ തോക്ക് ലൈസൻസ് എടുക്കാൻ പോകുന്നു എന്നിങ്ങനെയായിരുന്നു അൻവറിൻ്റെ സ്തോഭജനകമായ വാദങ്ങൾ. നോക്കൂ, ഒരു ഭരണപക്ഷ MLA സ്വന്തം സർക്കാരിനെതിരെ, അതിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച അനുഭവം ഇന്ത്യയിൽ തന്നെ മറ്റൊരിടത്തും ഉണ്ടായിട്ടുണ്ടാവില്ല. 10 ദിവസമായി ആ മനുഷ്യൻ എല്ലാ ദിവസവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 10 ദിവസമായിട്ടും ഇതേക്കുറിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമുള്ള പിണറായി വിജയൻ എതിർത്തോ അനുകൂലിച്ചോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതാണ് അന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയ്ക്കെടുത്തത്. അന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് അത് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു സംഗതി കൂടി പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ സക്കറിയ സീട്ട് ഈ 2024 ആഗസ്റ്റ് 30 സെപ്റ്റംബർ 4 തൻ്റെ ഫേസ്ബുക്ക് വാളിൽ 2 പോസ്റ്റുകൾ ഇട്ടിരുന്നു. പാർട്ടി പ്രാദേശിക ഭാരവാഹിയായ തനിക്കും കാളികാവിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിനും പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചാണ് ആ കുറിപ്പുകൾ. ലൈഫ് പദ്ധതിയിൽപ്പെട്ട വീടിന് മണ്ണടിക്കാൻ പോയ തൻ്റെ വാഹനം അതിൻ്റെ പിറകുവശം പാടത്തായിപ്പോയി എന്നതിൻ്റെ പേരിൽ പോലീസ് പിടിച്ചെടുത്തത്, 15 ലക്ഷം രൂപ ഫൈൻ അടക്കാൻ ആവശ്യപ്പെട്ടത്, വാഹനം സ്റ്റേഷൻ വളപ്പിൽ തുരുമ്പെടുത്ത് നശിപ്പിച്ചു കളയുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയത്, തൻ്റെ ഉപജീവന മാർഗം തടയപ്പെട്ടത്, അടവ് ബാക്കിയുള്ള വാഹനം വിട്ടുകിട്ടാത്തതിനാൽ വീട് ജപ്തി ചെയ്യുമെന്ന് ബാങ്കുകാർ ഭീഷണിപ്പെടുത്തിയത്, അവസാനം വാഹനം വിട്ടുകിട്ടാൻ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്, വാഹനത്തിൻ്റെ EMIയും ഇൻഷുറൻസും മുടങ്ങിയത് തുടങ്ങിയ കഥകൾ ഇയാൾ ആഗസ്റ്റ് 30 കുറിപ്പിൽ പറയുന്നുണ്ട്. സെപ്റ്റംബർ 4 കുറിപ്പിൽ കാളികാവിലെ ഒരു പാവപ്പെട്ട വീട്ടുകാരൻ വീട്ടിൽ കിണർ കുത്തിയപ്പോഴുണ്ടായ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉണ്ടാക്കിയ പൊല്ലാപ്പുകളെക്കുറിച്ചാണ് പറയുന്നത്. ആ കുറിപ്പുകളിലെ വിഷയവും സ്വാഭാവികമായും എൻ്റെ സംസാരത്തിൽ കടന്നു വന്നു. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഇതാണ്. ഇതെന്താ സംഭവം എന്നറിയണമെങ്കിൽ, കഴിഞ്ഞ ആഴ്ച കാളികാവ് ലോക്കൽ സെക്രട്ടറി, CPMൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സക്കറിയ ഇട്ട പോസ്റ്റ് വായിക്കണം. അയാൾക്ക് ഇതേമാതിരി ലോറിയുണ്ട്. ലോറി നല്ല ചുമന്ന ബോഡിയാണ്, സഖാവ് എന്നാണ് ലോറിയുടെ പേര്. പുള്ളിയുടെ ലോറി പോലീസ് പിടിച്ചിട്ടു. പോലീസ് പിടിച്ച എന്താ കാര്യം അറിയോ? ലൈഫ് പദ്ധതിയുടെ തറയിലേക്ക് മണ്ണടിക്കാൻ പോയി. അപ്പം മണ്ണടിക്കേണ്ട സ്ഥലത്തേക്ക് കയറുന്നതിന് മുമ്പ് വണ്ടി തിരിക്കണേ അവിടെയുള്ള പാടത്ത് വെച്ചാണ് തിരിക്കേണ്ടത്. അപ്പോൾ തിരിക്കാൻ വേണ്ടി വണ്ടിയുടെ പിറകു ഭാഗം പാടത്തെത്തിയപ്പോഴേക്ക് പൊടുന്നനെ പോലീസ് പ്രത്യക്ഷപ്പെടുന്നു. വണ്ടി സീസ് ചെയ്യുന്നു. പാടത്ത് മണ്ണടി. ഇത് മായാവി കഥയല്ല നോവൽ. ഇതൊരു പാർട്ടി ലോക്കൽ സെക്രട്ടറി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ പാടത്ത് മണ്ണടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നു.
അവസാനം 15 ലക്ഷം രൂപ അടച്ചാലേ വണ്ടി വിട്ടുകൊടുക്കുള്ളൂ. പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയാണ്. ഈ അൻവർ MLA കൂടി പരിശ്രമിച്ചുണ്ടാക്കിയ ലൈഫ് പദ്ധതിക്ക് വേണ്ടിയുള്ള തറയിൽ മണ്ണടിക്കാൻ പോയതാണ്. ഈ മനുഷ്യൻ ഹൈക്കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തു. അതിനിടയിൽ ഇയാളുടെ EMI മുടങ്ങുന്നുണ്ട്. അങ്ങനെ പലതരം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് അവിടെ കാളികാവ് ഈ സുജിത് ദാസിന് വേണ്ടി പണിയെടുക്കും. സുജിത് ദാസ് മാറിയതുള്ളൂ. സുജിത് ദാസിന് വേണ്ടി പണിയെടുക്കുന്ന CIമാർ മലപ്പുറത്ത് ഏതാണ്ട് എല്ലാ സർക്കിളുകളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് കാളികാവ് CI ആയിരുന്ന ശശിധരൻ പിള്ള എന്ന് പറയുന്നത്. പുള്ളി കാളികാവ് സർക്കിൾ എന്തൊക്കെയാണ് ചെയ്തുകൂടി സുജിത് ദാസിനെ കുറിച്ച് നടന്ന അതേ ഓഡിറ്റിംഗ് ഈ ശശിധരൻ പിള്ളയെക്കുറിച്ച് നടത്തി കഴിഞ്ഞാൽ ഇതേക്കാൾ ഭീകരമായ കഥകൾ വരും. ഞെട്ടിപ്പിക്കുന്ന കഥകൾ പുറത്തു വരും. വളരെ കഷ്ടപ്പെട്ട് 2, 3, 4 ആളുകൾ ഷെയർ എടുത്ത് ഒരു ലൈവ്ലിഹുഡിന് വേണ്ടി വാങ്ങിയ വാഹനങ്ങൾ അത് ഓടിത്തുടങ്ങിയ ദിവസങ്ങൾക്കകം നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവരിക, സ്ക്രാപ്പാക്കി മാറ്റി. ഈ കക്ഷി ഈ ലോക്കൽ സെക്രട്ടറിയോട് പോലീസ് എന്താ പറഞ്ഞത്? പോലീസ് സ്റ്റേഷൻ വളപ്പിലെ ബാക്കി വാഹനങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതേ കണ്ടില്ലേ, അതേമാതിരി നിൻ്റെ വണ്ടിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ആളുകളുടെ തൊഴിൽ നശിപ്പിച്ച എത്ര അനുഭവങ്ങളുണ്ടെന്ന് പറയും. അപ്പം മലപ്പുറത്തെ പോലീസിനകത്ത് വേറെ കഥയാണ്, വേറെ ലോകമാണ്. അൻവർ ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എവിടുന്ന? അൻവർ ഇത് പറഞ്ഞു തുടങ്ങുന്നത് എവിടുന്ന? ഈ മണ്ണടി കേസാണ്. ഈ ലൈഫ് പദ്ധതിക്ക് വേണ്ടി മണ്ണടിക്കാൻ പോയ വണ്ടി പിടിച്ചപ്പോഴാണ്. ഇത് ഈ പറയുന്ന ആള് സുലൈമാൻ, എന്തായാലും പേര് സക്കരിയ സഖാവാണ്, ലോക്കൽ സെക്രട്ടറി ആണെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യത്തിൽ എഴുതാൻ പറ്റി. ഇത് വേറൊരാളാണ് എഴുതുന്നതെങ്കിൽ അയാൾ മൂരിയായി മാറും, അല്ലെങ്കിൽ അയാൾ സുഡാപ്പിയായി മാറും. ഇതാണ് പ്രശ്നം. അപ്പോൾ ഒരു പാർട്ടി ലോക്കൽ സെക്രട്ടറിയും അയാളുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു തൊഴിൽ അതുപോലും സാധിക്കാത്ത, അതിനുപോലും തടയിടുന്ന വിധത്തിൽ എങ്ങനെയാണ് മലപ്പുറത്തെ സാധാരണ ജീവിതങ്ങളെ നിശബ്ദമാക്കി ഈ പോലീസ് അടിച്ചമർത്തുന്നതിൻ്റെ കഥകൾ നൗഫൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഡസൻ കണക്കിന് വന്നുകൊണ്ടിരിക്കാൻ ഒരു സംശയമില്ല. നോക്കൂ, ഈ സംസാരത്തിൽ എവിടെയും സക്കറിയ സീറ്റും പാർട്ടി ചാനലും അസംഖ്യം സൈബർ ബുദ്ധിജീവികളും ആരോപിക്കുന്നത് പോലെ ഹിന്ദു എന്ന ഒരു വാക്ക്, മുസ്ലിം എന്നൊരു വാക്ക്, RSS എന്നൊരു വാക്ക് ഞാൻ പറയുന്നേയില്ല. മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദു പോലീസുകാർ അന്യായം ചെയ്യുന്നു എന്ന രീതിയിൽ ഞാൻ സംഭവത്തെ വർഗീയവൽക്കരിച്ചു എന്നാണ് ആരോപണത്തിൻ്റെ മർമ്മം. അങ്ങനെയൊരു വിദൂര പ്രയോഗം പോലും എൻ്റെ സംസാരത്തിലില്ല. ഇല്ലാ ന്യായങ്ങൾ പറഞ്ഞ് വാഹനങ്ങൾ പിടിച്ചെടുത്ത് സ്ക്രാപ്പാക്കി മാറ്റുന്നത് മലപ്പുറത്ത് നടക്കുന്ന ഗംഭീരമായൊരു കലാപരിപാടിയാണ്. അതേക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. മാതൃഭൂമിയുടെ ഇംഗ്ലീഷ് ഓൺലൈനിൽ 2021 ജൂലൈ 28 വന്നൊരു വാർത്തയാണ്. എന്നാൽ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുണ്ടോ, പോലീസ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു, നശിക്കുന്നു. അത് ലേലത്തിൽ വിൽക്കുകയാണ്. അപ്പോൾ 2021 ലേലത്തിൽ വിറ്റ അതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. അത് ഖജനാവിന് വലിയ ആശ്വാസമായി എന്നാണ് വാർത്ത. എങ്ങനെ ആശ്വാസമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ആ വർഷം ഇങ്ങനെ പിടിച്ചെടുത്ത വാഹനങ്ങൾ വാഹനങ്ങൾ സ്ക്രാപ്പാക്കി മാറ്റിയിട്ട് സ്ക്രാപ്പ് വിൽക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് 6 കോടി രൂപയാണ് സമാഹരിച്ചിരിക്കുന്നത് ഈ വാഹനങ്ങൾ സ്ക്രാപ്പിൽ വിറ്റിട്ട്. 2021 കണക്കാണ്. 2ാം സ്ഥാനത്തുള്ളത് തൃശ്ശൂർ ജില്ലയാണ്, 67 ലക്ഷം രൂപയേ ഉള്ളൂ. 3ാം സ്ഥാനത്തുള്ളത് ആലപ്പുഴ ജില്ല, 47 ലക്ഷം രൂപയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി കണക്കുകളും പുതിയ വർഷത്തെ കണക്കുകളൊക്കെ എടുക്കണം. ഇത് ഞാൻ പറഞ്ഞത് 2021 മാതൃഭൂമിയുടെ ഇംഗ്ലീഷ് ഓൺലൈൻ കൊടുത്തിട്ടുള്ള വാർത്തയാണ്, ബൈലൈൻ സ്റ്റോറിയാണ്. ഇതൊക്കെ എന്താ സംഭവം? സക്കറിയയുടെ വാഹനം പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയത് വണ്ടൂർ സ്റ്റേഷനിലെ SI ഷാഹുൽ ഹമീദാണെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. അത് കാളികാവ് സ്റ്റേഷനിലെ ശശിധരൻ പിള്ളയുടെ തലയിൽ ഞാൻ കൊണ്ടുപോയിട്ടു, അത് വർഗീയതയാണ് എന്നാണ് വാദം. യഥാർത്ഥത്തിൽ സക്കറിയയുടെ വാഹനം പിടിച്ചെടുത്തത് ശശിധരൻ പിള്ളയാണെന്ന് ഞാൻ പറയുന്നേയില്ല. കേൾക്കുന്നവർക്ക് അങ്ങനെ സംശയിക്കാവുന്ന വാചക ഘടന അതിനുണ്ട് എന്ന് ആരോപിക്കാം. പിന്നെ എങ്ങനെ ശശിധരൻ പിള്ള അവിടെ കടന്നു വന്നു എന്നല്ലേ? അതിന് കാരണമുണ്ട്. ഇതേ സക്കറിയ സീറ്റ് സെപ്റ്റംബർ 4 ഇട്ട പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ശശിധരൻ പിള്ള ചെയ്ത അതിക്രിയകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സ്വന്തം വീട്ടുവളപ്പിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കിണർ കുത്തിയ ഒരു പാവപ്പെട്ടവനെ ശശിധരൻ പിള്ള ബുദ്ധിമുട്ടിച്ച കഥ. ശശിധരൻ പിള്ള എന്ന നാറി എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ സക്കറിയ സീറ്റ് വിശേഷിപ്പിക്കുന്നത്. ആദ്യ സംഭവത്തിൽ ഷാഹുൽ ഹമീദ്, ശ്രീജിത്ത് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകളും 2ാമത്തെ സംഭവത്തിൽ ശശിധരൻ പിള്ള എന്ന ഉദ്യോഗസ്ഥൻ്റെ പേരുമാണ് സക്കറിയ മെൻഷൻ ചെയ്യുന്നത്. എനിക്ക് വർഗീയ ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ ശ്രീജിത്തിൻ്റെ പേര് കൂടെ പറയാമായിരുന്നു. ഒരു ലൈവ് ഷോയിൽ
അതിനു മുമ്പ് വായിച്ച 2 ഫേസ്ബുക്ക് പോസ്റ്റുകളെക്കുറിച്ച് പരാമർശിച്ച് പോകുമ്പോൾ എല്ലാ പേരുകളും എല്ലാ വിശദാംശങ്ങളും ഓർക്കാതെ പോവുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ ശശിധരൻ പിള്ളയുടെ പേര് സവിശേഷമായി ഓർക്കാൻ കാരണമുണ്ട് താനും. ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് മറ്റു പലരും മീഡിയ വൺ റിപ്പോർട്ടർമാരോട് പരാതിപ്പെട്ടതും അത് വാർത്തയാക്കണമെന്ന് ആവശ്യപ്പെട്ടതും എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. മലപ്പുറം SP സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പോലീസ് അത്യാചാരങ്ങളെക്കുറിച്ച് അൻവർ പത്രസമ്മേളനം നടത്തി പറയുന്നതിൻ്റെ 1 വർഷം മുമ്പ് ഞാൻ ഔട്ട് ഓഫ് ഫോക്കസിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണാം. തൻ്റെ ഇഷ്ടക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണ് സുജിത് ദാസ് തൻ്റെ മഹത്തായ സേവനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അതിൽപ്പെട്ട ഒരാളെന്ന വിമർശനത്തിന് വിധേയനായ ആളാണ് ശശിധരൻ പിള്ള. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ആ പേര് പെട്ടെന്ന് മനസ്സിൽ വന്നത്. അതാണ് ദാവൂദ് എന്ന നാറിയുടെയും മീഡിയ വണ്ണിൻ്റെയും കുടില വർഗീയ അജണ്ടയാണെന്ന് പറഞ്ഞ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. ശശിധരൻ പിള്ളയെ ഞാൻ നാറി എന്ന് വിളിച്ചിട്ടില്ല. ശശിധരൻ പിള്ളയെ നാറി എന്ന് വിളിച്ചയാൾ മതേതര വിപ്ലവ സിംഗം. ശശിധരൻ പിള്ളയുടെ അതിക്രിയയെ വിമർശിച്ച ഞാൻ വർഗീയ താലിബാന്. എന്നെയും മീഡിയ വൺ ചാനലിനെയും വർഗീയ മുദ്രയടിക്കുന്ന ബൃഹത് ക്യാമ്പയിനാണ് പിന്നീട് നടക്കുന്നത്. മീഡിയ വൺ ഉടമകളുടെ മതപശ്ചാത്തലത്തെ മുൻനിർത്തിയാണ് ഈ ക്യാമ്പയിൻ നല്ലൊരു പങ്ക്. അതേക്കുറിച്ചുകൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് തോന്നുകയാണ്. ഹിന്ദു മതത്തിൽപ്പെട്ടവർ മാത്രം ഉടമസ്ഥരായുള്ള ചാനലുകൾ കേരളത്തിലുണ്ട്. ക്രിസ്തു മതത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഡിനോമിനേഷനിൽപ്പെട്ടവർ മാത്രം ഉടമകളായ ചാനലുകളുമുണ്ട്. അവർക്കാർക്കും അനുഭവിക്കേണ്ടതില്ലാത്ത സെക്യുലർ ടെസ്റ്റ് മീഡിയ വൺ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഹിന്ദു ചാനൽ, ക്രിസ്ത്യൻ ചാനൽ എന്നിങ്ങനെയുള്ള ചാപ്പുകൾ എന്തുകൊണ്ടാണ് മറ്റു ചാനലുകൾ പേറേണ്ടി വരാത്തത്? ഉടമസ്ഥരുടെ മതം വെച്ചാണോ ഒരു മാധ്യമ സ്ഥാപനത്തെ വിലയിരുത്തേണ്ടത്? അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ട് മീഡിയ വണ്ണിൻ്റെ കാര്യത്തിൽ മാത്രമാകുന്നു? ഉടമസ്ഥതാ ഘടന, ഉള്ളടക്കം, സാമ്പത്തിക വിനിമയങ്ങൾ എന്നീ കാര്യങ്ങളിൽ ഇന്ത്യയിൽ മറ്റൊരു മാധ്യമ സ്ഥാപനവും വിധേയമായിട്ടില്ലാത്ത അതിസൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായ സ്ഥാപനമാണ് മീഡിയ വൺ. കേന്ദ്ര സർക്കാരാണ് ആ ഡൈസെക്ഷൻ ടെസ്റ്റ് നടത്തിയത്. എന്നിട്ട് അവർ അത് സുപ്രീം കോടതിക്ക് മുമ്പാകെ വെച്ചു. സുപ്രീം കോടതി അവയെല്ലാം വലിച്ച് കൊട്ടയിലെറിയുകയാണ് ചെയ്തത്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ അന്വേഷണ ഏജൻസികൾക്കും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും ഇഴകീറി പരിശോധിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത വർഗീയത CPM പോലൊരു സംഘടന ഉന്നയിക്കുന്നതിൽ എന്ത് സത്യസന്ധതയാണുള്ളത്? ഇനി ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് മറ്റൊരു കോണിലൂടെ നോക്കാം. 68,000 ഷെയർ ഹോൾഡർമാരാണ് മീഡിയ വണ്ണിൻ്റെ ഉടമസ്ഥർ. ഇതിൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, വിവിധ പാർട്ടിക്കാരുണ്ട്. ഒരു പക്ഷേ കൈരളി ചാനൽ കഴിഞ്ഞാൽ ഇടതുപക്ഷക്കാരായ ഷെയർ ഹോൾഡർമാർ ഏറ്റവും അധികമുള്ള ചാനൽ മീഡിയ വൺ ആയിരിക്കും. ഏത് കമ്പനിയുടെയും ഭരണ നടത്തിപ്പ് ഡയറക്ടർ ബോർഡിനായിരിക്കും. മീഡിയ വണ്ണിൻ്റെ ഡയറക്ടർ ബോർഡിലും വിവിധ മതസ്ഥരുണ്ട്. അതായത് ഉടമസ്ഥതാ ഘടന നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും സെക്യുലർ ആയ സ്ഥാപനമാണ് മീഡിയ വൺ. പക്ഷേ മുസ്ലിങ്ങൾ ധാരാളമുണ്ട് എന്ന ഒറ്റ കാരണത്താൽ അതിൻ്റെ മേൽ വർഗീയ ചാപ്പ അടിക്കാനാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. അതിനാണ് നാം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഒരു കാര്യം വ്യക്തമാക്കാം, മീഡിയ വൺ ഷെയർ ഹോൾഡർമാരിലും ഡയറക്ടർ ബോർഡിലും വിവിധ മതസ്ഥരുണ്ട് എന്നത് മാപ്പ് സാക്ഷിത്വ പ്രയോഗമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു വസ്തുത പറഞ്ഞുവെന്ന് മാത്രം. മീഡിയ വൺ ഉടമസ്ഥരിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അത് ഒരു കുറച്ചിലോ കുഴപ്പമോമായി ഞങ്ങൾ കാണുന്നില്ല. ഈ നാട്ടിൽ ഏത് മതസ്ഥനും ബിസിനസ് നടത്താൻ അവകാശമുണ്ട്. ബിസിനസ് ഉടമസ്ഥതയുടെ പേരിൽ വർഗീയത ആരോപിക്കുന്നത് ആരുടെ പദ്ധതിയാണെന്ന് നമുക്കറിയാം. ഖേദകരെന്ന് പറയട്ടെ, മീഡിയ വണ്ണിൻ്റെ കാര്യത്തിൽ ആ പദ്ധതിയാണ് CPM പ്രൊപ്പഗാൻഡ മെഷീനറി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമാണ് ഈ ക്യാമ്പയിൻ ഉന്മാദാവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഏത് വാർത്തയിലും എന്നതുപോലെ മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രൊഫഷണൽ പ്രാക്ടീസസ് തന്നെയാണ് നിലമ്പൂരിൽ മീഡിയ വൺ പുലർത്തിയത്. വെൽഫെയർ പാർട്ടി പിന്തുണയിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും ഹിന്ദു മഹാസഭ PDP പിന്തുണയിൽ മത്സരിച്ച CPM സ്ഥാനാർത്ഥി M സ്വരാജും സ്വതന്ത്രനായ PV അൻവറുമായിരുന്നു അവിടെ പ്രധാന സ്ഥാനാർത്ഥികൾ. നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മീഡിയ വൺ കവറേജ് ആർക്കും പരിശോധിക്കാം. മീഡിയ വൺ എയർ ടൈം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതെന്ന് പരിശോധിക്കൂ. അതിലെവിടെയെങ്കിലും അൺഫെയർ പ്രാക്ടീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാവുന്നതാണ്. മീഡിയ വൺ സ്റ്റാൻഡേർഡ് ജേർണലിസം പ്രാക്ടീസസ് എവിടെയെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ചൂണ്ടിക്കാട്ടാം. തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തും. അതല്ല ഉടമസ്ഥരിൽ കൂടുതൽ ആളുകളുടെ മതം തിരഞ്ഞ് ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് ശുദ്ധ വർഗീയതയാണ് എന്ന് വിളിച്ചു പറയും.
നിലമ്പൂരിൽ CPM തോൽക്കാനിടയായ കാരണങ്ങൾ എന്താണോ അത് തന്നെ ആ പാർട്ടി ഇപ്പോഴും തുടരുന്നുവെന്നേ ഈ പ്രചാരണങ്ങളെക്കുറിച്ച് പറയാനുള്ളൂ. എഴുതി തയ്യാറാക്കിയ ഒരു ന്യൂസ് പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് മീഡിയ വൺ പ്രവർത്തിക്കുന്നത്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി ഊക്കോടെ നിലകൊള്ളുക എന്നത് ആ പോളിസിയുടെ ഭാഗമാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും ദുർബലരാക്കപ്പെട്ട ജനതയാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം മുസ്ലിം പ്രശ്നം എന്ന നിലയിൽ തന്നെയാണ് മീഡിയ വൺ അവതരിപ്പിക്കാറുള്ളത്. അതിനെ പൊതിഞ്ഞുവെച്ച് ന്യൂനപക്ഷ പ്രശ്നം എന്നതുപോലുള്ള കവചിത വാചകങ്ങളിൽ മീഡിയ വൺ മൂടിക്കെട്ടാറില്ല. മുസ്ലിം ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആ ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്നവർ എളുപ്പം തീവ്രവാദികളും ദേശവിരുദ്ധരുമാവും എന്നതാണ്. അതായത് നാട്ടിൽ മുസ്ലിം ക്വസ്റ്റ്യൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്നതല്ല, അങ്ങനെ ഒന്നുണ്ട് എന്ന് പറയുന്നത് പോലും പ്രശ്നമാകുന്ന സാഹചര്യം. ആ പ്രശ്നത്തെ പ്രയാസകരമായ കാര്യമാണെങ്കിലും അഭിമുഖീകരിക്കണം എന്നാണ് മീഡിയ വൺ പോളിസിയിൽ എഴുതിയിട്ടുള്ളത്. ആ പോളിസി വായിച്ച് മനസ്സിലാക്കിയ വിവിധ ജാതി മതസ്ഥരായ മനുഷ്യരാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാർട്ടി ചാനലും CPMൻ്റെ സൈബർ പടയും വമ്പിച്ച പ്രചാരണം കൊടുത്ത സക്കറിയയുടെ ഫേസ്ബുക്ക് വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം കേൾക്കുക. നമ്മളൊരു ബസ് കയറുമ്പോൾ അതാരുടെ ബസ്സാണെന്ന് നോക്കാറുണ്ടോ? നമ്മളൊരു സ്പീഡിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ അതാരുടെ പീടിയാണെന്ന് നോക്കാറുണ്ടോ? നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ മതം നോക്കാറുണ്ടോ? നമ്മളൊരു ഡോക്ടറേക്ക് പോകുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ മതം നോക്കാറുണ്ടോ? അതല്ലെങ്കിൽ നമ്മളൊരു കലക്ടറേറ്റിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ മതം നോക്കാറുണ്ടോ? പക്ഷേ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോൾ ഒരു 10 വർഷം കൂടി ഈ ജമാഅത്തെ ഇസ്ലാമിയും ഈ ദാവൂദും മീഡിയ വണ്ണും ഔട്ട് ഓഫ് ഫോക്കസും ഒക്കെ ഇതേപോലെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് 10 കൊല്ലം കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഇതുപോലെ ജീവിക്കാൻ പറ്റില്ല. നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ അത് ആരുടെ ബസ്സാണെന്ന് നോക്കാറുണ്ടോ? നമ്മളൊരു പീടികയിൽ കയറുമ്പോൾ അത് ആരുടെ പീടികയാണെന്ന് നോക്കാറുണ്ടോ? അതൊന്നുമില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ മതം നോക്കണമെന്നാണ് മീഡിയ വൺ പഠിപ്പിക്കുന്നതെന്നാണ് ഈ പാർട്ടി പ്രചാരകൻ പറയുന്നത്. മീഡിയ വൺ അങ്ങനെ ചെയ്യാറില്ല എന്ന് മീഡിയ വണ്ണിനെ അറിയുന്നവർക്കൊക്കെ അറിയാം. എന്നല്ല, അങ്ങനെ ചെയ്യുന്ന ഒരു ചാനലിന് ഈ നാട്ടിൽ പ്രവർത്തിക്കാനും സാധ്യമല്ല, പ്രവർത്തിക്കാൻ അനുവദിക്കുകയും അരുത്. സാമാന്യ ബുദ്ധിയുള്ള ആരും അവിശ്വസിക്കുന്ന ഇത്തരമൊരു ആരോപണം ഒരു CPM ഏരിയ കമ്മിറ്റി അംഗം പറയുകയും പാർട്ടി ചാനൽ അതിന് പ്രചാരണം നൽകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? മതം അടിസ്ഥാനത്തിൽ കടകളിലും ഹോട്ടലുകളിലും കയറുന്നതിനെക്കുറിച്ച് അടുത്ത കാലത്തായി കേരളത്തിൽ വലിയ തോതിൽ പ്രചാരണം നടത്തിയത് സംഘപരിവാറുകാരാണ്. മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ ഉസ്താദ് തുപ്പിയ ഭക്ഷണമാണ് വിളമ്പുന്നത് എന്ന് അവർ നിരന്തരം പ്രചരിപ്പിച്ചു. ഇടതുപക്ഷ സർക്കാർ അവർക്കെതിരെ രേഖാമൂലമുള്ള പരാതി ലഭിച്ചിട്ട് പോലും നടപടിയെടുത്തില്ല. മലപ്പുറത്ത് നോമ്പുകാലത്ത് ഇസ്ലാമേതര മതസ്ഥർക്ക് പച്ചവെള്ളം കുടിക്കാൻ കിട്ടില്ല എന്ന് പ്രസ്താവിച്ചത് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. സ്വതന്ത്രമായ വായു ശ്വസിച്ച് ജീവിക്കാൻ പറ്റാത്ത ഇടമാണ് മലപ്പുറം എന്ന് നിലമ്പൂരിൽ വന്ന് പ്രസംഗിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. ഈ വിദ്വേഷ പ്രസംഗത്തിന് ശേഷം നാം കാണുന്നത് വെള്ളാപ്പള്ളി നടേശന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ 4 ക്യാബിനറ്റ് കൊളീഗ്സും ചേർന്ന് ചേർത്തലയിൽ സ്വീകരണമൊരുക്കുന്നതാണ്. വെള്ളാപ്പള്ളിയുടെ പ്രസംഗമല്ല, അതിനെ വക്രീകരിക്കുന്ന നാടിനാണ് കുഴപ്പമെന്നാണ് പിണറായി വിജയൻ അവിടെ പ്രസംഗിച്ചത്. അതായത് വർഗീയ വിദ്വേഷ പ്രചാരകർക്കെതിരെ നടപടിയെടുക്കുന്നതല്ല, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഭരണത്തലവൻ്റെ തന്നെ നിലപാട് എന്ന് വരികയാണ്. മുസ്ലിം വിരുദ്ധതയോട് ആദ്യം സമരസപ്പെട്ട് പിന്നീട് പിന്തുണച്ച് പിന്നീട് അത് അറിയാതെ ആന്തരികവൽക്കരിക്കുക എന്ന പ്രക്രിയയിലേക്ക് പ്രസ്ഥാന ശരീരം എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയിലാണ് പെഹൽഗാം ആക്രമണത്തെ സ്വാഗതം ചെയ്തവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ക്യാമ്പയിൻ CPM നിലമ്പൂരിൽ നടത്തിയത്. M സ്വരാജിന് പിന്തുണയുമായി എത്തിയ ഹിന്ദു മഹാസഭയോ ഉഗ്ര വിഷവാഹികളായ ഹിന്ദുത്വ ഫ്രഞ്ച് ഗ്രൂപ്പുകൾ പോലുമോ ഉന്നയിക്കാത്ത ആരോപണമായിരുന്നു അത്. മുസ്ലിം പിശാച് വൽക്കരണ പദ്ധതിയാണ് ഇതെന്ന് മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസ് അടക്കമുള്ള വാർത്താ വിശകലന പരിപാടികളിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. അത് മീഡിയ വൺ ഉയർത്തിപ്പിടിക്കുന്ന വാർത്താ നയത്തിൻ്റെ ഭാഗമാണ്. എത്ര തന്നെ അപവാദം പ്രചരിപ്പിച്ചാലും അത് കണിശമായി തന്നെ തുടരുന്ന നയമായിരിക്കും. പെഹൽഗാം ആക്രമണത്തെ ജമാഅത്തെ ഇസ്ലാമി മഹത്വവൽക്കരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്നാണ് CPM പ്രചരിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമി എന്നല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിം ഗ്രൂപ്പുകൾ അങ്ങനെ ചെയ്തു എന്നൊരു ആരോപണം ഇന്ത്യയിൽ CPM അല്ലാതെ മറ്റൊരു സംഘടനയും ഉയർത്തിയിട്ടില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി ഇത്രയും അപകടകരമായ ആശയം പ്രചരിപ്പിക്കുന്നത് കൊടിയ സാമൂഹിക ദ്രോഹമാണ്. ഒരു ജനതയെ പിശാചുവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമാണ്. തീർച്ചയായും മീഡിയ വണ്ണിലെ വാർത്താ വിശകലന പരിപാടികളിൽ അത് വിമർശന വിധേയമായിട്ടുണ്ട്. ഇത്തരം കുടില പരിപാടികളെ വിമർശിക്കുക എന്നത് മീഡിയ വൺ നയത്തിൻ്റെ ഭാഗമാണ്. അത്തരം വിമർശനങ്ങളെയാണ് ഇപ്പോൾ വർഗീയ ചാപ്പയടിച്ച് ഇല്ലാതാക്കാൻ നോക്കുന്നത്. പൗരത്വവും ദേശക്കൂറും എപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കണം എന്നതാണ് ദേശീയ തലത്തിൽ BJP മുസ്ലിങ്ങൾക്ക് മുമ്പാകെ വയ്ക്കുന്ന എൻട്രി ടെസ്റ്റ്. എപ്പോഴും
മതേതരത്വം തെളിയിച്ചു കൊണ്ടിരിക്കണമെന്നതാണ് CPM കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുമ്പാകെ വെക്കുന്ന പഠിപ്പുര പരീക്ഷ. ആ തമ്പ്രാൻ യുഗമെല്ലാം കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു ജനത ഇവിടെയുണ്ടെന്ന് അവർ മനസ്സിലാക്കണം. പാർട്ടി ചാനൽ ആഘോഷിക്കുന്ന പുതിയ പ്രചാരകൻ മറ്റ് മതസ്ഥരുടെ കടകളിലും ബസ്സുകളിലും കയറുന്നതിനെക്കുറിച്ച് പ്രത്യേകമായ ഉത്കണ്ഠ പങ്കുവെക്കാൻ കാരണമുണ്ട്. അദ്ദേഹം കാളികാവിൽ നിന്നാണ് വരുന്നത്. അത് വണ്ടൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. 1996 മുതൽ 2001 വരെ N. കണ്ണൻ എന്ന CPM നേതാവാണ് ആ മണ്ഡലത്തെ അസംബ്ലിയിൽ പ്രതിനിധീകരിച്ചത്. 1999 മാർച്ച് 23 അദ്ദേഹം കേരള അസംബ്ലിയിൽ മലപ്പുറം ജില്ലയിലെ താലിബാൻ വൽക്കരണത്തെക്കുറിച്ച് ഒരു സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി. ആ സബ്മിഷനിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല. ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ കോളിളക്കം സൃഷ്ടിച്ച പ്രസ്താവനയായിരുന്നു ഇത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള സംഘടനകൾ ഈ കൊടിയ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരെ അന്ന് രംഗത്ത് വന്നിരുന്നു. മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് പച്ചവെള്ളം കിട്ടില്ല എന്ന K. സുരേന്ദ്രൻ്റെ പ്രസ്താവന വന്നത് 2025 മാത്രമാണെന്ന് നാം ഓർക്കണം. K. സുരേന്ദ്രനും മുന്നേ പറന്ന പക്ഷിയാണ് N. കണ്ണൻ. ആ സഖാവിൻ്റെ പാർട്ടി ക്ലാസുകൾ കേട്ട് വളർന്നയാളാണ് ഇപ്പോൾ മീഡിയ വണ്ണിനും എനിക്കുമെതിരെ വർഗീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. N. കണ്ണന് ശേഷം വണ്ടൂരിൽ പിന്നീടൊരു CPM സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കണം. CPM വർഗീയതയെ എതിരിടുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്, അതിനെ ആവാഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പോലും അറിയാതെ നടക്കുന്ന ഒരു പ്രക്രിയയാണത്. ബംഗാളിൽ അവർ അത് തിരിച്ചറിയുമ്പോഴേക്ക് പാർട്ടി തകർന്നു കഴിഞ്ഞിരുന്നു. ശക്തമായ ഇടതുപക്ഷം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ അകമേ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയുന്നതിൻ്റെ പേരിൽ ഏത് പട്ടവും സ്വീകരിക്കാൻ സദാ സന്നദ്ധനായി ഇവിടെ ഇനിയും ഉണ്ടാവും. നന്ദി.